ഹലോ മക്കളെ, വെൽക്കം ടു എക്സാമിനർ. മക്കളെ, SSLCയിലെ ഏറ്റവും കീഴമായിട്ടുള്ള ചാപ്റ്റർ ആണ് സൗണ്ട് വേവ്സ്, ശബ്ദ തരംഗങ്ങൾ എന്നുള്ളത്. അതിലെ എല്ലാ പോർഷനും വളരെ കൃത്യമായിട്ട് നമ്മൾ ചെറിയ വീഡിയോയിലൂടെ ഈ ഷോർട്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവാണ്. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ അതിന്റെ കമന്റുകൾ വരണം. ചെറിയ സമയം കൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു ഷോർട്സ് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് സമയം വേണ്ട. ഇങ്ങനെ നിങ്ങൾ 24 ഷോർട്സ് കാണാൻ എൻ്റെ കട്ടകൾ കൂടെ നിൽക്കുകയാണെങ്കിൽ ഈ വലിയ ചാപ്റ്ററിനെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു തീർക്കും വിത്ത് എല്ലാ കാര്യങ്ങളും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. എൻ്റെ മക്കൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, തൊട്ടൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വിലയേറിയ കമന്റുകൾ എന്ത് ചെയ്യണം, താഴെ ഉണ്ടാവണം. അതായിരിക്കും ബാക്കിയുള്ള പാർട്ടികൾ മുഴുവൻ ചെയ്യാൻ പ്രചോദനമാവാം. ഓക്കെ, ഒരുപാട് സമയം ഉണ്ടാവില്ല മക്കളെ, ഷോർട്സ് ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. കൂടെ നിന്ന കട്ടക്ക് കൂടെ നിൽക്കുകയാണെങ്കിൽ ഫിസിക്സ് എന്നുള്ളത് വളരെ സിമ്പിൾ ആക്കി തരും എന്നുള്ളതാണ് സാർക്ക് പറയാനുള്ളത്. സൗണ്ട് വേവ്സ്, ശബ്ദതരംഗങ്ങളുടെ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിക്കാണ്ട്. ആദ്യം തന്നെ നിങ്ങൾക്കറിയാം എക്കോ പോയിന്റിനെ കുറിച്ച്. നമുക്കറിയാം മൂന്നാറിലൊക്കെ നമ്മൾ പോയിട്ടുണ്ട്, ടൂർ പോയിട്ടുണ്ട്. എവിടെയാണ് എക്കോ പോയിന്റ്? നിങ്ങൾക്കറിയാം മൂന്നാറാണ് അല്ലെ. അവിടെ പോയിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ ഹലോ 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 എക്കോ എങ്ങനെ കേൾക്കാൻ പറ്റും, എങ്ങനെയെന്നുള്ളത് പഠിക്കണ്ടേ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഇത് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പൊന്നു മക്കളെ ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാതെ കാണരുതട, കമന്റ് ചെയ്യാതെ കാണരുതട. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന അടുത്തൊരു കാര്യമാണ് സ്റ്റെതസ്കോപ്പ്. എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു തവണയെങ്കിലും ചിന്തിക്കാത്ത മക്കൾ ഉണ്ടാവില്ല. കാരണം എനിക്കറിയാം, നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമാകുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ കാണാൻ നെഞ്ചിലോ ബാക്കിലൊക്കെ സ്റ്റെതസ്കോപ്പ് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ലൈഫിൽ ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും, എങ്ങനെ സാർ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം എന്നുള്ളത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയും, മിസ്സാക്കരുത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കപ്പൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ആ കടലിന്റെ ആഴം അളക്കണം. ഒരാൾക്ക് ഇറങ്ങാണ്ട് നീളം അളക്കാൻ പറ്റുമോ? ചെങ്ങന്മാരത് കടലാണ്, അല്ലാതെ തോടല്ല. അപ്പോൾ എങ്ങനെ അളക്കുക എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അതുപോലെ തന്നെ ഒരു വയലിന്, ഗിറ്റാർ പോലുള്ള പല സംഗീത ഉപകരണങ്ങളും, പല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും, ചെണ്ടായിക്കോട്ടെ, തബലായിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെ സാറേ ഇത്രയും മനോഹരമായ ശബ്ദങ്ങൾ അതിൽ നിന്ന് വരുന്നത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഇത് ചില്ലറ ചാപ്റ്റർ അല്ല, അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ്. സാർ എങ്ങനെ റേഡിയോ വർക്ക് ചെയ്യുന്നത്? റേഡിയോ നമ്മൾ തിരിക്കുന്നതനുസരിച്ച് പല സ്റ്റേഷനുകൾ വരുന്നുണ്ടല്ലോ, റേഡിയോ 9.1 എന്നൊക്കെ പറയാറുണ്ടല്ലോ. എങ്ങനെ സാർ ഇതെന്ന് അറിയണമെന്നുണ്ട് ഈ ചാപ്റ്ററിൽ പഠിക്കും മക്കളെ. ഇങ്ങനെ തുടങ്ങിയിട്ട് പലവിധം സാധനങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട് മക്കളെ. അപ്പം പാർട്ട് 2 വേണ്ടിയിട്ട് കാത്തിരിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക, ചാപ്റ്റർ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഓക്കെ, നിങ്ങളുടെ ഏറ്റവും വലിയ കമന്റ് ആയിരിക്കും അടുത്ത പാർട്ടുകൾ ഇടാൻ എന്നെ പ്രചോദിപ്പിക്കുന്നത്, എനിക്ക് പ്രേരണ നൽകുന്നത്, എന്നെ ഉത്സാഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം. ഇത് നിങ്ങളുടെ സ്വന്തം ഷാൻ സാർ ഫ്രം എക്സാമിനർ. ബൈ.